ഇറ്റ് ഈസ് rather ടെസ്റ്റിംഗ്. ദൈവം ആ സമൂഹത്തിനെ പരീക്ഷിക്കുകയാണ്. ഈ പണം എന്താ ചെയ്യുന്നത്? അപ്പൊ ഈ പണം എന്ത് ചെയ്തു? 4 മാസങ്ങളിൽ 4 ആളുകൾ, അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും 2 മക്കളുള്ള ഒരു വീട്ടിലേക്ക് 6000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടായിരുന്നു. 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട്. ഒരു മനുഷ്യന് ആകെ ആവശ്യം, അതായത് വക്കീലാത്ത പറഞ്ഞത്, ഒരു മനുഷ്യന് ആകെ ആവശ്യം 200 സ്ക്വയർ ഫീറ്റ് ആണ്. 5 അംഗങ്ങളുള്ള വീടിന് ആകെ വേണ്ട പരമാവധി 1500 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. നമ്മുടെ വീടുകൾ 6000 7000 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ സ്ക്വയർ ഫീറ്റിനുള്ളിൽ നോക്കൂ, മക്കളൊക്കെ പഠിച്ച് പാസ്സായി അവർ അമേരിക്കയിലേക്ക്, ലണ്ടനിലേക്കോ ഓസ്ട്രേലിയയിലേക്കും ഹൈദരാബാദിലേക്കും പോയി കഴിഞ്ഞാൽ ഈ വലിയൊരു മഹാ കൊട്ടാരത്തിനുള്ളിൽ, ശ്മശാനം പോലുള്ള കൊട്ടാരത്തിനുള്ളിൽ ഒരു വൃദ്ധയിൽ മാത്രമാണ്. ഞാൻ കാണുന്ന അനേകം ആളുകളുണ്ട്. പിന്നെ അടുത്തൊക്കെ കാണാൻ വന്ന ഭാര്യ ഭർത്താവിന് 83 വയസ്സ്, ഭാര്യയ്ക്ക് 77 വയസ്സ്. 2 പേർക്ക് അധ്യാപകരായിരുന്നു. 2 പേരും ഗുരുതരമായ മറവി രോഗമാണ്, ഡിമെൻഷ്യ. ഈ ഭാര്യയും ഭർത്താവ് വിവാഹം കഴിച്ചിട്ട് 60 കൊല്ലത്തിനടുത്തായി, 55-60 കൊല്ലമായി. അങ്ങനെ 55-60 കൊല്ലമായി ഭാര്യയും ഭർത്താവായി ജീവിക്കുന്ന 2 ആൾക്കാർക്കും അവർ കൊണ്ടുവരുന്നത് അവരുടെ ഈ ആയമാരാണ്, ഹോം നേഴ്സുമാരാണ്. കാരണം 2 പെൺമക്കളുള്ളൂ. ഒരാൾ ഹൈദരാബാദിലാണ്, ഒരാൾ ഡൽഹിയിലാണ്. നോക്കാൻ ആളില്ല. ഈ കൊണ്ടുവരുന്ന രസം വെച്ചാൽ ഈ 83 വയസ്സായ അധ്യാപകരും ഈ 78 വയസ്സായ അധ്യാപകരും പരസ്പരം തന്നെ ഭർത്താവാണ്, അതിന്റെ ഭാര്യ അവർക്ക് അറിയില്ല, മറന്നുപോയി. ഡിമെൻഷ്യ വന്നു കഴിഞ്ഞാൽ, മറവിരോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് മക്കളാരാണ്, ഭാര്യ ആരാണ്, മുമ്പിൽ കാണുന്നവരാണ്, അവസാനം സ്വന്തം പേര് പോലും മറക്കുന്നത്. സ്വന്തം പേര്. ഞാൻ ചോദിക്കും, എന്താ പേര്? അപ്പൊ എടാ എന്റെ പേരെന്താ? നഴ്സിനോട് എടി മോളെ എന്റെ പേരെന്താ? നിങ്ങൾ രാവിലെ 9:00 ഞാൻ കാണുന്നത് കഴിച്ചു, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 9 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് 9:00 എന്നെ കാണാൻ പറ്റും. ഞാൻ മാഷെ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? അരമണിക്കൂർ മുമ്പ് 10 മിനിറ്റ് മുമ്പ് കഴിച്ച ഭക്ഷണം മറന്നുപോയി. പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും പൊണ്ണത്തടിയും ഉള്ള ആളുകൾക്ക് ഡിമെൻഷ്യ നേരത്തെ വരാം. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ഡിമെൻഷ്യ നേരത്തെ വരാം. മറവിരോഗം നേരത്തെ വരാം. വിഷാദമുള്ളവർക്ക് ഡിമെൻഷ്യ നേരത്തെ വരാം. മനസ്സിനകത്ത് ഒഴുത്തും അസൂയയും പലയും ഉറപ്പുമുള്ളവന് നേരത്തെ ഡിമെൻഷ്യ വരാം. നിഷേധഭാവങ്ങളാണ് മനസ്സിൽ കൂടുതൽ കളിയാക്കുമെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഈ വിഷാദവും അത് കഴിഞ്ഞ് അവർക്ക് മറവിരോഗവും നേരത്തെ വരാം. ഇതിനൊക്കെ ഞാൻ പറഞ്ഞ സൂചനകളുണ്ട്. അതുകൊണ്ട് മനസ്സിനകത്ത് നിഷേധഭാവങ്ങളും വെറുപ്പും പകയും അസൂയയും അങ്ങനെയുള്ള മനുഷ്യനെ പരസ്പരം അകറ്റുന്ന, മനുഷ്യന്റെ മനസ്സിലേക്ക് മതിലുകൾ പണിയുന്ന പണികളിലുള്ള ആളുകൾക്ക് നേരത്തെ ഡിമെൻഷ്യ വരും, നേരത്തെ പ്രഷർ വരും, നേരത്തെ പ്രമേഹം വരും. പ്രമേഹവും പ്രഷറും കൂടുതൽ സ്ഥലങ്ങളിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗവും, ലോകത്ത് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗവും, ലോകത്ത് ഏറ്റവും കൂടുതൽ മറവി രോഗവും. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ഒത്തുവന്നിരിക്കുകയാണ്. കണ്ടമാനം പ്രമേഹം, കണ്ടമാനം പ്രഷർ, കണ്ടമാനം പൊണ്ണത്തടി, കണ്ടമാനം ഭക്ഷണം, കണ്ടമാനം പണം, കണ്ടമാനം വെറുപ്പ്, കണ്ടമാനം സ്നേഹക്കുറവ്. ഇതൊക്കെ പ്രിയമുള്ളവരെ, ഈ റെസിഡൻസ് പറഞ്ഞാൽ, ഈ റെസിഡൻസ് അസോസിയേഷനിലെ പ്രവർത്തകന്മാരെ ഞാൻ ഈ പറഞ്ഞതിനെതിരെയുള്ള ചില മരുന്നുകളാണ്. മെഡിസിൻ. വാട്ട് ഈസ് ദ മെഡിസിൻ? സന്തോഷമാണ് ഏറ്റവും വലിയ മെഡിസിൻ. There is no medicine which is equivalent to happiness. സന്തോഷത്തെക്കാൾ കൂടുതൽ വിലയുള്ള ഒരു മരുന്ന് വേറെയില്ല. നിങ്ങളുടെ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ ബി.പി കഴിയും കുറയും, നിങ്ങളുടെ പ്രഷർ കുറയും, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ പ്രശ്നം കുറയും, നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയും. സന്തോഷം എങ്ങനെ ഉണ്ടാകാം? സന്തോഷം 2 തരത്തിലുണ്ടാവും. ഇങ്ങനെ 2 തരത്തിൽ സന്തോഷം എന്താണ്? ഒന്ന്, വസ്തുവകൾ സ്വന്തമാക്കുന്ന സന്തോഷം. ഒരു മികച്ച ടാക്സി വാങ്ങി, ഒരു മികച്ച സാരി വാങ്ങി, ഒരു വലിയ വീടുണ്ടാക്കി, വലിയ കാർ വാങ്ങി, അതുകൊണ്ട് മാളിൽ പോയി 6-7 മണിക്കൂർ തിരിഞ്ഞെടുത്ത് കാർ വാങ്ങി, അത് സന്തോഷമാണ്. ചിലർക്ക് ഗവൺമെന്റിൽ പോയി സന്തോഷം ഇല്ലേ? പക്ഷെ ആ സന്തോഷം എഫിമറൽ ആണ്. ഇംഗ്ലീഷിൽ അങ്ങനെ പദമുണ്ട്. വാട്ട് ഈസ് എഫിമറൽ? അത് താൽക്കാലികമാണ്. അത് എന്താ പറയുക, വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഒരു ബിരിയാണി കഴിച്ചിട്ടുള്ള സന്തോഷം, ഒരു സാരി വാങ്ങിയുള്ള സന്തോഷം, ഒരു വീട് വെച്ചാലുള്ള സന്തോഷം സ്ഥായിയല്ല. സ്ഥായിയായ സന്തോഷം, പെർപെച്വൽ ഹാപ്പിനെസ് ആൻഡ് കോൺസ്റ്റന്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒറ്റ കാര്യങ്ങളുള്ളൂ. അത് മനുഷ്യ ബന്ധങ്ങളാണ്. മനുഷ്യന്റെ ബന്ധങ്ങളാണ്. കാരണം പ്രായം കൂടുന്നതോറും തലച്ചോറിലെ കോശങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കും. കൂടാനുകൂടി കോശങ്ങൾ ഈ നാടികൾ ചിലപ്പോഴുള്ള തലച്ചോറ് അത് ഓരോ കൊല്ലം പോകുന്നതോറും ഓരോ മണിക്കൂർ നശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഉള്ള കോശങ്ങളെ ഉറപ്പിക്കുവാനും അവയെ അരോഗതരഹിതമാക്കുവാനും അത് ഏക വഴി അവർക്കിടയിലുള്ള സംവാദങ്ങൾ മെച്ചപ്പെടുത്താൻ ഏക വഴി മനുഷ്യ ബന്ധങ്ങളാണ്.
ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇരിക്കുകയാണ്, വീട്ടിലിരിക്കുകയാണ്, എല്ലാം ഉണ്ടായിരുന്നു, കണ്ടമാനം എല്ലാം തൊട്ടുകൊണ്ട് സമ്പാദ്യം എല്ലാം ഉണ്ട്, ഒരുപാട് പിടിച്ചുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ അയാൾക്ക് ഈ സ്ഥായിയായ സന്തോഷം ഉണ്ടാവില്ല. സ്ഥായിയായ സന്തോഷം നിങ്ങൾ പുറത്തേക്കിറങ്ങുക. ആ പുറത്തേക്കിറങ്ങി ജനങ്ങളോട് സംസാരിക്കൂ, ആളുകളോട് അടുത്തിടപഴകൂ. ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം മറന്നുകൊണ്ട് പരസ്പരം ആളുകളെ കെട്ടിപ്പിടിക്കും. അത് ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് വേറൊരുത്തിന്റെ മുഖത്ത് പുഞ്ചിരി വന്നാൽ, നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട്, നിങ്ങളുടെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ള പണം കൊണ്ട് നിങ്ങൾ അടുത്ത വീട്ടിൽ ഒരു ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചാൽ, അടുത്ത വീട്ടിൽ MRI എടുക്കാൻ പണമില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങൾ അത് 6000 രൂപ കൊടുത്താൽ MRI എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് നിങ്ങൾ അച്ഛന് പോകാൻ വെച്ച പൈസ, അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്ക് പോകാൻ വെച്ച പൈസ എടുത്തുകൊണ്ട് അടുത്ത വീട്ടിലെ കുട്ടിയുടെ കല്യാണം നടത്താൻ കൊടുത്തത്, അതിലുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം സ്ഥായിയാണ്. ആ സന്തോഷം കൊണ്ട് നിങ്ങളുടെ പ്രഷർ കുറയും, ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ചാൻസ് കുറയും, കിഡ്നി മോശമാകാൻ ചാൻസ് കുറയും, ലിവർ മോശമാകാൻ ചാൻസ് കുറയും. നേരെ മറിച്ച് ഇതെല്ലാം വാരി പിടിച്ച് എട്ടുകാലി വല്ല പോലെ എല്ലാത്തിനും വാരി പിടിച്ച് നിങ്ങൾ കുറെ പണത്തിന്റെയും കുറെ സ്വത്തിന്റെയും കുറെ വലിയ വലിയ സമ്പാദ്യത്തിന് മുകളിൽ അടയിരിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഈ ജീവിതശൈലി രോഗങ്ങളുടെ അപകടകരമായ ഈ രക്ഷപ്പെടാൻ ആ നീരാളിപ്പെടുത്തി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ മുമ്പത്തേക്കാൾ കൂടുതൽ സാങ്കത്യവും പ്രകൃതിയും ഉള്ള കാലഘട്ടമാണ്. എന്തിനാണ് ഇത്? ചർച്ച കാണിക്കാനല്ല, പരസ്പരം ഞാൻ ഓരോരുത്തർ തങ്ങളുടെ കയ്യിൽ സ്വത്തുവകകളെയും തങ്ങളുടെ ആഡംബരങ്ങളെയും പ്രദർശിപ്പിക്കാനല്ല, അങ്ങനെ പറ്റില്ല, അത് കൂട്ടിപ്പിടിക്കാനാണ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുണ്ടല്ലോ, അങ്ങനെ ഓരോരുത്തരും പരസ്പരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ. ഒരിക്കൽ ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് കോഴിക്കോട് നിന്ന് വലിയ വലിയ VDP വരുമ്പോൾ വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാരൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അവരെ മെഡിക്കൽ ബോർഡായിട്ട് പോകുമ്പോൾ അതിന്റെ മെഡിക്കൽ ഓഫീസറായിട്ട് ഞാനാണ് പോകുന്നത്. ഞാൻ സീനിയർ മോസ്റ്റ് ഡോക്ടർ. അത് ബീച്ച് ഹോസ്പിറ്റലിൽ ഞാൻ മെഡിസിൻ വിഭാഗം മേധാവിയാണ്. അപ്പൊ ആര് വന്നാലേ ഞാനാണ് എന്നെ വിടുക. ഒരിക്കൽ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരി വന്നപ്പോഴും ഞാൻ ഡെപ്യൂട്ടഡ്. അങ്ങനെ ഇവർ പോകുമ്പോൾ കൂടെ പോകണം. ഞാൻ അങ്ങനെ പലരും കൂടെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അതത് പ്രതിപക്ഷ നേതാവിന്റെ ബാക്കിൽ, പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കൂടെ, അച്യുതാനന്ദ സാറിന്റെ കൂടെ പ്രാവശ്യമുണ്ട്, ആന്റണിയുടെ കൂടെ അന്നത്തെ പ്രതിരോധ മന്ത്രി പോകുന്നുണ്ട്. ഹാമിദ് അൻസാരിയുടെ കൂടെ പോയപ്പോൾ അദ്ദേഹം കോഴിക്കോട്ട് വലിയ പ്രമുഖമായ ഒരു വേദി 2010 സംസാരിച്ചപ്പോ അദ്ദേഹം പറയുകയുണ്ടേ, അദ്ദേഹം വെളിയിൽ പോയി. ബിക്കോസ് അയാളെ സ്കോളറാണ്, വലിയ കോളേജിൽ പ്രൊഫസർ പഠിക്കുന്നില്ല, വലിയ അദ്ദേഹം. ഞാൻ അമേരിക്ക വരെ പോയപ്പോ ശാസ്ത്രി, നിങ്ങൾ ഇന്ത്യക്കാർ എത്രമാത്രം സന്തുഷ്ടരായിരിക്കുന്നതുകൊണ്ടാണ്, ഇത്രമാത്രം നിങ്ങളുടെ ഇന്ത്യയിൽ മനവിക വരുന്നതുകൊണ്ട്, ഗാന്ധിജിയുടെ നാടല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കളം വരയ്ക്കും, സർക്കിൾ. പക്ഷെ സർക്കിൾ ചെറുതല്ല. ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന, ഗതിയില്ലാത്തവനെ, ആദിവാസിയെയും ഭിക്ഷക്കാരനെയും മുഴുവൻ ആളുകളെയും, ദളിതരെയും പ്രാശ്വത്തെയും മുഴുവൻ അംഗവിഹീനരൊക്കെ ഉൾപ്പെടുന്ന കളം വരയ്ക്കുകയും ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കും, നിങ്ങൾ പരസ്പരം സഹായിക്കും. ഇതാണ് നോക്കൂ. അപ്പൊ ഇതാണ് സപ്പോസ് ടു ഡു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാമ്രാജ്യം ഉണ്ടാക്കി കാര്യമില്ല. ഏത് നിമിഷമാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള വിസ വരുമെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരൻ മാത്രമാണ്. നമ്മളെല്ലാം വഴിപോക്കരാണ്. ഈ കാലത്ത് സ്വത്ത് സമ്പാദിക്കുന്ന ആരും കൊണ്ടാകാൻ പോകുന്നില്ല. ഇനി ഞാനിത് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. നന്നായി നടന്നിരുന്ന സ്ത്രീ, നന്നായി നടന്ന് ഓടി കളിച്ചത് എല്ലാവർക്കും വേണ്ടി സഹായം ചെയ്തിരുന്ന ഒരു 51 വയസ്സായ ടീച്ചർ കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നു. ആകെ കടലാസ് പോലെ വിളർത്തുകയും വളരെ സ്മാർട്ടായി ടീച്ചറാണ്. നോക്കിയപ്പോൾ ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്തിട്ട്. അവർ ക്ഷീണം തന്നെ കാണാൻ വന്ന നമുക്ക് ക്യാൻസറാണ്. നോക്കണം എത്ര. ദുബായിൽ എന്റെ പേഷ്യന്റിന്റെ മകൾ കുട്ടിയെ എഞ്ചിനീയർ നോക്കിയ പെൺകുട്ടിയാണ്. അവർ പ്രസവിച്ച 6 മാസമായ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റില്ല, കുട്ടിയെ കാണിക്കാനില്ല. അവർക്കൊരു പനിയായിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പൊ കുട്ടിക്ക് 6 മാസമായ കുട്ടിയെ കുട്ടിയെ കുട്ടീനെ ഓപ്പറേഷൻ മെഡിക്കൽ വെച്ചിട്ട് ഡോക്ടർ മുന്നിൽ ഇരിക്കുന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. വെച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കുട്ടിയുടെ വയറ് ഈ അമ്മയുടെ മുഖിന്റെ അടുത്താണ്. അപ്പൊ അറിയാതെ ഡോക്ടറെ കൈ ആ കുട്ടിയുടെ വയറും തട്ടിക്കും. 6 മാസം പ്രായമുള്ള കുട്ടിയുടെ വയറിന്റെ ഈ ഡോക്ടറുടെ കൈ വയ്ക്കും. അപ്പൊ ഡോക്ടർ നോക്കിയപ്പോൾ വയറ് വലിയൊരു മുഴ. 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ വയറ് വലിയൊരു മുഴ. അത് നെഫ്രോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ ഒരു ക്യാൻസർ ആയിരുന്നു. കുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല.
കുട്ടിയെ അമ്മ കക്ഷത്തിൽ പിടിച്ച് മടിയിൽ പരിശോധിക്കുമ്പോൾ അറിയാതെ ഡോക്ടറെ കൈ അവിടെ തട്ടിപ്പോയപ്പോൾ എന്നൊരു കരം കണ്ട് കുത്തോട്ടി കൊടുക്കുമ്പോൾ അപ്പൊ ഇത് ജീവിതത്തിലേ ഉള്ളൂ. ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ 2008 ഞാൻ OP കണ്ടക്ട് ചെയ്തിട്ട് റൗണ്ട്സ് എടുക്കണം. കണ്ടമാനം ജനമുണ്ട്. റൗണ്ട്സ് എടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സൂപ്പറില്ല, എനിക്ക് പ്രമേഹമില്ല, പ്രഷറില്ല, ഒന്നും അമ്മില്ല. നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു തലകറക്കോ കൈക്കൊരു വേദന. അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും ഞാൻ മാരകമായ അറ്റാക്ക് ആയിട്ട് വന്ന ഞാൻ മെഡിക്കൽ കോളേജ് അയച്ചില്ല. ഞാൻ മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് ഈ മറ്റേ കാറ്റലാബിലാണ്. കാരണം എനിക്ക് അതിഭീകരമായ അറ്റാക്ക് ചെയ്തു. അത് പൾസില്ല. അതിന്റെ ഒരു 3/4 മണിക്കൂർ മുമ്പ് ഞാൻ വളരെ റൗണ്ട്സ് എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പ്രഷറില്ല. അപ്പൊ ഞാനിങ്ങനെ അപ്പം ഡോക്ടർമാർക്ക് ഭയങ്കര അത്ഭുതം. ഈ പാട്ടും പാടി നടക്കണമെങ്കിൽ മനുഷ്യന് തമാശ പറഞ്ഞാൽ ഇയാൾക്ക് അറ്റാക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ആൾക്കാർക്ക് അറ്റാക്ക് വരും, നിങ്ങളെ ബോധിപ്പിക്കാൻ എനിക്ക് അറ്റാക്ക് വന്നു പറഞ്ഞു. സിറ്റുവേഷൻ. അപ്പൊ ലൈഫ് ഇത്ര ജീവിതമുള്ളൂ. ഈ ജീവിതത്തിനുള്ളിൽ പരമാവധി നമ്മൾ സന്തോഷം നിർമ്മിക്കുക, സന്തോഷം വിതരണം ചെയ്യുക. സന്തോഷം വിതരണം ചെയ്യുക, ബന്ധങ്ങൾ സൃഷ്ടിക്കുക, ആ ബന്ധങ്ങൾ മുറുകെ പിടിക്കുക. അങ്ങനെ കഷ്ടപ്പാടുണ്ടാകുന്ന ബന്ധങ്ങളെക്കാൾ സന്തോഷത്തിലുണ്ടാകുന്ന ബന്ധങ്ങൾ ഉണ്ടാവില്ല. സങ്കടത്തിൽ രൂപപ്പെടുന്ന ബന്ധങ്ങളെക്കാൾ ശക്തി ഉണ്ടാവില്ല സന്തോഷത്തിലുണ്ടാകുന്ന ബന്ധങ്ങൾ. അതുകൊണ്ട് ബന്ധങ്ങൾ രൂപപ്പെടുത്തുക. പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കുക. ഇന്ന് കേരളത്തിലെ അണുകുടുംബ വ്യവസ്ഥയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് കേരളത്തിലെ ഗൃഹനാഥകളാണ്, വീട്ടിലെ സ്ത്രീകളാണ്. കാരണം അവർക്ക് ദുഃഖം പറയുന്ന ആളില്ല. പ്രത്യേകിച്ച് മാസങ്ങൾ നിൽക്കുമ്പോൾ ഹോർമോൺ കുറയുമ്പോൾ അവർക്ക് കൊള്ളത്തടി വരും, മുന്നിപിടിപ്പുണ്ടാവും, ചൂടും പുകയെടുക്കും, വേർപ്പുണ്ടാവും, വയറ്റുകാഴ്ച ഉറക്കക്കുറവുണ്ടാവും, സങ്കടമുണ്ടാവും, പൊട്ടിത്തെറിവുണ്ടാവും, വൈകാരിക ഉത്സവം ഉണ്ടാവും, പലതുണ്ടാവും. പക്ഷെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് മനസ്സിലായില്ല. ഡോക്ടർമാർ പോലുള്ള ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാർക്ക് മാസമുറ നിൽക്കുമ്പോൾ ആത്മവിരാമം സംഭവിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കില്ല. അതിനെതിരെ ഞാനൊരു പ്രോജക്ട് എഴുതി, മധ്യമാവധി പോലെ. അതിന് അന്നത്തെ കഴിഞ്ഞ ആരോഗ്യ മന്ത്രി ശൈലജ ഞാൻ കേട്ട് കൊടുത്താണ്. അവർ ടീച്ചറിനെ കൊണ്ട് ചിരിച്ചു, ഡോക്ടർ ഈ സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള പ്രോജക്ട് എഴുതിയത് പുരുഷനാണല്ലോ, അതിന് അനുഭവപ്പെട്ടു. നമ്മുടെ കോംപ്ലിമെന്ററി നോക്കണം, മറന്നു പോകരുത്. പ്രത്യേകിച്ചും മാസമുറ ആർത്തവിരാമത്തോട് അടുക്കുന്ന സ്ത്രീകൾ, ആർത്തവിരാമം നടന്ന സ്ത്രീകൾ, ആർത്തവിരാമം കഴിഞ്ഞ സ്ത്രീകൾ, നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക വൈകാരിക ഉക്ഷോഭങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും ഏറ്റവും മികച്ച മരുന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കണം. ഇപ്പൊ ധാരാളം ആളുകൾ അങ്ങനെ ഇപ്പോൾ സ്ത്രീകൾ അവരുടെ പഴയകാലത്തെ SSLC, പഴയകാലത്തെ പ്രീഡിഗ്രി, പഴയകാലത്തെ ഡിഗ്രികൾക്ക് കൂട്ടായ്മ ഉണ്ടാവുന്നു. അവർക്ക് പാടുന്നു, ആടുന്നു, ചാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അവർക്ക് സൂപ്പറൊക്കെ മാറുന്നു. അതുകൊണ്ട് കൂട്ടായ്മകളും മനസ്സുകൾക്കിടയിൽ കിട്ടുന്ന പാലങ്ങളുടെയും കാലം വന്നിരിക്കുകയാണ്. മനസ്സുകൾക്കിടയിൽ മതിലുകളല്ല വേണ്ടത്, മനസ്സുകൾക്കിടയിൽ പാലങ്ങളാണ് വേണ്ടത്. ഈ പാലങ്ങൾ പണിയുക, യഥേഷ്ട മനുഷ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, അത് കണ്ടുകൊണ്ടാവട്ടെ ഈ കുട്ടികൾ പറയുന്നത്. അങ്ങനെ ഈ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അപ്പുറത്തേക്ക് മനുഷ്യന്റെ മനസ്സുകൾക്കിടയിൽ പാലങ്ങൾ ഉണ്ടാകാമെന്നും മനുഷ്യ മനസ്സുകൾക്കിടയിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാമെന്നും അത് മനുഷ്യൻ സ്ഥായിയായ സന്തോഷം തരുമെന്നും അത് നിങ്ങളുടെ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ടറ്റക്കും കിഡ്നി രോഗവും ലിവർ കുറയുമെന്നും ഒരു പുതിയ പാഠം ഈ നാട്ടിൽ ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നല്ലാതെ മറ്റൊരു ഇത് പാഠം ഉണ്ടാവേണ്ടത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ത്രീ സാക്ഷരതയുള്ള അതിന്റെ അവസരം ഉപയോഗിക്കുക. ഞാൻ സംസാരിക്കുന്ന സ്ത്രീകളോടാണ്. കാരണം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും തുല്യമല്ല. സ്ത്രീ പുരുഷൻ തുല്യമാണ് എന്ന് പറയുന്നത് പോലും അസംബന്ധമാണ്. വൈ ബിക്കോസ് സ്ത്രീ പുരുഷനേക്കാൾ എത്രയോ മുകളിലാണ്. സ്ത്രീ പുരുഷനേക്കാൾ എത്രയോ മുകളിലാണ്. മഹാനായ ലിയോ ടോൾസ്റ്റോയ് വായിക്കുന്ന കുട്ടികളുടെ മനസ്സിലാവും. അന്ന കരീനിന യുദ്ധവും സമാധാനവും വേണ്ടി ഗോർഡൻ പീസ് വേണ്ടി മഹാനായ ടോൾസ്റ്റോയിന്റെ ലോകപ്രശസ്തനായ ലോകത്തെ ചരിത്രത്തെ ഏറ്റവും മികച്ച സാഹിത്യകാരനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, there is nothing more essential for a young man than the company of intelligent men. വളരെ ചെറുപ്പക്കാരനായ ഒരു ആൺകുട്ടിക്ക് ഏറ്റവും ആവശ്യം മറ്റൊന്നുമല്ല വിവേകമതികളും ബുദ്ധിമതികളുമായ സ്ത്രീകളുടെ സാന്നിധ്യമാണ്.
അത് ആരാണ് ഈ വിവേകമതികളായ സ്ത്രീകൾ? അത് അവന്റെ അമ്മുമ്മയാകാം, വല്യമ്മയാകാം, അവന്റെ ഉമ്മയാകാം, അവന്റെ അമ്മായിയാകാം, അവന്റെ മുത്തശ്ശിയാകാം, മുത്തശ്ശിയാകാം, അവന്റെ പെങ്ങളാകാം, അവന്റെ കൂടെ പഠിച്ച സ്ത്രീയാകാം, അവന്റെ മകളാകാം, അവന്റെ കാമുകിയാകാം. അപ്പൊ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് പ്രായോഗിക ജീവിതത്തിന്റെ പ്രായോഗികമായ കാഴ്ചപ്പാടുകളുടെ ഉറവിടങ്ങളാണ്. അത് പഴയകാല നാട്ടുപുറത്തും ഉമ്മമാര് പറയും നല്ല കണ്ണുനീക്കുള്ള കുട്ടിയാണ്, നല്ല കണ്ണുനീക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു വീടിനുള്ള വെളിച്ചമാണ്, പുരുഷന് അതിന്റെ കൂടാരത്തിന്റെ തൂണ് മാത്രമാണ്. അപ്പോൾ സ്ത്രീക്ക് ആവശ്യം അവർക്ക് നമ്മൾ തണൽ കൊടുക്കുകയാണ്, കൂടാരത്തിന് തൂണായിക്കൊണ്ട് തണൽ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ബാക്കി ആ കുടുംബത്തെ രക്ഷിക്കാനാണ് സ്ത്രീക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവും പറഞ്ഞത്, if you educate a woman, you educate finally. If you educate a man, you educate a man only. നിങ്ങൾ പുരുഷ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അയാൾക്ക് മാത്രം വിദ്യാഭ്യാസമുള്ളൂ. When you give education to woman, you mean you educate society. അതുകൊണ്ടാണ് വിമൻസ് ഹെൽത്ത് ഇസ് നാഷണൽ വെൽത്ത് എന്ന് പറഞ്ഞത്. ദേശീയ സമ്പാദ്യം എന്ന് പറയുന്നത് വനിതകളുടെ ആരോഗ്യമാണ്. ഞാൻ എല്ലാ പ്രശ്നങ്ങൾക്കും ജീവിതത്തിന്റെ പല പ്രതിസന്ധികൾക്കും എന്റെ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ എന്റെ മക്കളും പെൺമക്കളും എന്റെ മരുമകളും അത് എന്റെ ഭാര്യയെ ഉത്തരത്തില്ല. പുരുഷൻ ജീവിതത്തിലെ സമസ്യകളെ പ്രഹേളികയെ സമീപിക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള പുരുഷന്റെ കയ്യിലുള്ള മറുപടിയേക്കാൾ ഉത്തരത്തേക്കാൾ എത്രയോ പ്രായോഗികമായ നല്ല ഉത്തരങ്ങൾ അവരവരുടെ സ്ത്രീകളുടെ കയ്യിലുണ്ട്. അവരുടെ വനിതകളുടെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, അത് മെച്ചപ്പെടുത്തുക, അത് കൂട്ടിപ്പിടിക്കുക, അതിന് നല്ല കൂട്ടായ്മകൾ നടക്കുക, അത് സന്തോഷിക്കുക, ചിരിക്കുക, ആടുക, പാടുക. ഒരു സമൂഹത്തിൽ സ്ത്രീക്ക് സമാധാനമില്ലെങ്കിൽ ആ സമൂഹത്തിൽ ആർക്കും സമാധാനം ഉണ്ടാവുക. കേരളത്തിലെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ദേശീയ ശരാശരി 5 ഇരട്ടിയാണ്. ദേശീയ ശരാശരി മാനസിക മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് 5 ഇരട്ടിയാണ് കേരളത്തിൽ, 5 times higher. Why? Because കേരളത്തിൽ സ്ത്രീകൾക്ക് സമാധാനമില്ല. സ്ത്രീകൾ ആർക്കും സമാധാനമില്ല അല്ലേ? ഇവിടെ എനിക്ക് ഏതൊക്കെ സ്ത്രീക്ക് കൈവെക്ക് പറയാൻ പറ്റില്ല, സന്തോഷം സമാധാനം എന്ന് പറയാൻ പറ്റും. ഐ ചാലഞ്ച് മീ. പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഈ കേരളത്തിലെ സമൂഹം സ്ത്രീ സൗഹൃദമല്ല. അതിന്റെ പുതിയ പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് ഇവിടുന്നാവട്ടെ പ്രിയപ്പെട്ട